അച്ഛൻ്റെ ഇരിപ്പ് കണ്ടോ അമ്മേ? ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് ഡോളർ വരുന്നത് നോക്കി ഇരിക്കുക. രണ്ട് സ്നേഹിതന്മാർ വഴിയിൽ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് ശത്രുക്കളേ ഇല്ല. ഏതെങ്കിലും ഒരു സുഹൃത്തിന് 100 രൂപ കടം കൊടുത്തു നോക്ക്. മാരകായുധങ്ങളുമായി ഒരുത്തിനെ പൊക്കിയിട്ടുണ്ട് സാർ. വിട്ടേരടോ, അവൻ പല കത്തിക്കച്ചവടക്കാരനായിരിക്കും. ഒരു വീടിന് മുന്നിൽ 2 പേർ നിൽക്കുന്നത് കണ്ടിട്ട്, അയ്യോ അവിടെ ഈടി, എന്താ കാര്യം? ആ വീട്ടുകാർ സ്വർണത്തിൻ്റെ ഒരു കമ്മൽ വാങ്ങിയിരുന്നു, അതന്വേഷിക്കാൻ വന്നതാ. കുട്ടികൾക്ക് എപ്പോഴും സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. ആരാ പപ്പ ഈ തീവ്രവാദി? മതം ചോദിച്ചു കൊല്ലുന്നവനാ മോനെ തീവ്രവാദി. ഈ മാസം മുതൽ എല്ലാ കാർഡിനും മണ്ണെണ്ണ. ഇലക്ഷൻ വരുന്നു. നല്ല ഹീറോയിൻ വന്നപ്പോ ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞ നടൻ വന്നല്ലേ? അല്ല, ഹെറോയിൻ തരാന്ന് പറഞ്ഞു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമേതായാലും മനുഷ്യനെ ചീത്തയാക്കാതിരുന്നാ മതിയായിരുന്നു. പാട്ടു കേട്ടാ വലിയ ഇളക്കവാ. നമുക്കിവന് വേടൻ എന്ന് പേരിട്ടാലോ? 2 കാമുകന്മാർ ഒരു കടൽ തീരത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ, നമുക്ക് പിരിയാം. അല്ല, പിരിയാൻ നമ്മളെന്താ പാലാ? ഒരാൾ വേദനയോടെ ഒരു ഡോക്ടറുടെ മുന്നിലെത്തി. സംശയരോഗത്തിന് മരുന്ന് വേണം ഡോക്ടർ. അങ്ങനെ ഒരു മരുന്ന് ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ എൻ്റെ പെണ്ണുമ്പിള്ളേക്ക് കൊടുക്കില്ലായിരുന്നടോ. ഒരു ബീവറേജിന് മുന്നിലെ ദൃശ്യം. മരുന്ന് വാങ്ങാനെന്ന് പറഞ്ഞ് 100 വാങ്ങിയത് ഇതിനായിരുന്നല്ലേ? ഇത് മരുന്നാ സാറേ, എൻ്റെ കൈ വിറവിലുള്ളത്. സ്കൂൾ തുറന്നു, അംഗം തുടങ്ങി. ആ ഫോണിനെ കളി മതിയാക്കിക്കോ, സ്കൂൾ തുറന്നു. അമ്മയും മതിയാക്കിക്കോ, എൻ്റെ ഹോംവർക്ക് ചെയ്യേണ്ടതാ. ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ട കാഴ്ച. മാലിന്യം വഴിയിൽ തട്ടുന്ന ഹോട്ടലുകാരനെതിരെ ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോഴേക്കും അയാൾ പാരിതോഷികം എത്തിച്ചല്ലേ? മഴക്കാലത്ത് 2 സ്ത്രീകൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും സംസാരിക്കുക? റെഡ് അലർട്ടിന് മാച്ച് ചെയ്യുന്ന സാരി ഉടുത്തതാടി, വരുന്ന വഴിയാ അറിഞ്ഞത് അത് മാറ്റി ഓറഞ്ച് അലർട്ടായെന്ന്. ഷേ, നാണക്കേടായി. ഓൺലൈൻ തട്ടിപ്പിൻ്റെ കാലം പെരുകുന്നു. ഇതാ ഇവിടെ സംഭവിച്ചത് കണ്ടോ? ഓൺലൈനിൽ നിന്ന് 50% ഡിസ്കൗണ്ടിൽ വാങ്ങിയ പാൻറ്റാ, നോക്കിയേ. വീട്ടിൽ ന്യൂസ് കാണുന്ന ഗൃഹനാഥൻ. LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ പെൻഷൻ 2500 രൂപയാക്കുമെന്ന്. അവസാനം ഉള്ളതും കൂടി പോകാതിരുന്നാൽ മതിയായിരുന്നു. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു രസവും ഇല്ല. സ്കിൻ ഡോക്ടറെ വിളിച്ച് എൻ്റെ പേര് ബുക്ക് ചെയ്തത് എന്തിനാടി? ചൊറിയും കുത്തിയിരിപ്പാണെന്ന് നിങ്ങളല്ലേ ഇപ്പോൾ പറഞ്ഞത്? ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം വളരെയേറെ അപ്ഡേറ്റാണ്. അമ്പലത്തിൽ വെച്ച് ഞാൻ പെൺപിള്ളേരെ കമൻ്റ് അടിക്കും. കാലിൽ ചെരുപ്പില്ലാത്ത സമയം. ഒരു ദല്ലാള് പെണ്ണും വീട്ടിലെത്തിയപ്പോൾ ഉണ്ടായ സംഭവം. അല്ലേ, 100 പവൻ ചോദിക്കാൻ ചക്കൻ എന്താ പണി? നല്ല ചോദ്യം. വെളിച്ചെണ്ണ വ്യാപാരം, അല്ലാതെ എന്ത്? ഒരു കഷണ്ടിക്കാരൻ ഡോക്ടറുടെ മുന്നിലെത്തിയപ്പോഴുള്ള അവസ്ഥ. ഈ തൈലം തേച്ച് കുളിക്ക്,
മുടി കൊഴിച്ചിൽ മാറി പുതിയ മുടി കിളുക്കൂന്നേ. ഞാനല്ലേ പറയുന്നത്, ഉറപ്പ്. PSC എന്നവൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അതെന്താണെന്ന് അവൻ അറിയില്ല. അച്ഛനോട് ചോദിച്ചാലോ? അച്ഛാ, ഈ PSC എന്ന് വെച്ചാൽ എന്താ? അതായത് ഉറങ്ങിയവനെ വിളിച്ച് അത്താഴമില്ലെന്ന് പറയുന്ന ഒരു സമ്പ്രദായം. അതാ. ഡോക്ടറുടെ മുന്നിലെത്തുന്ന ഒരു ചെറുപ്പക്കാരൻ. എന്തായിരിക്കും അയാൾ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഡോക്ടർ പറയും പോലെ എല്ലാ ദിവസവും എണ്ണ വെച്ച് കുളിച്ചോളാം, പക്ഷേ ഒരു ബാങ്ക് ലോൺ കൂടി റെഡിയാക്കി തരണം. ടീച്ചറും കുട്ടിയും ഇരുവർക്കും സംശയങ്ങളേ ഉള്ളൂ. ഇന്നലെ എന്താ വരാതിരുന്നത്? നല്ല മഴയായിട്ട് പോലും ആ കളക്ടർ അങ്കിൾ അവധി തന്നില്ലെന്നേ. വെളിച്ചെണ്ണ വില റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. ഇതാ ഒരു വീട്ടിലെ അവസ്ഥ. വേഗം വരട്ടെ, പഴയതുപോലെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാനൊന്നും വയ്യ. മിക്ക രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കുന്നതുകൊണ്ട് ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ്. യുദ്ധം എവിടം വരെയായി? നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. വക്കീലന്മാരുടെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് പെയിൻ്റടിക്കാരുടെ കാര്യവും. പെയിൻറ്റിങ് തുടങ്ങിയിട്ട് മാസം 2 കഴിഞ്ഞു, ഉടനെ തീരുവോ? അടുത്ത വീട് കിട്ടട്ടെ, പറയാം. മടി കുട്ടികളുടെ ഒരു കൂടപ്പിറപ്പാണ്. ഇവിടെയും അവസ്ഥ അതുതന്നെ. എണീറ്റ് സ്കൂളിൽ പോടാ. അപ്പോ കളക്ടർ അങ്കിൾ അവധി തന്നത് സ്വപ്നം കണ്ടതായിരുന്നല്ലേ? വെളിച്ചെണ്ണ വില റോക്കറ്റ് പോലെ കുതിക്കുന്ന ഈ ഒരു അവസരത്തിൽ പണ്ടത്തെ പലരുടെയും അവസ്ഥ മാറി, മട്ടും ഭാവവും മാറി. ദാ കണ്ടോളൂ. സംശയിക്കണ്ട, കൊപ്ര കച്ചവടക്കാരൻ തന്നെ.